അവധിക്കാലം കഴിഞ്ഞു. ഇനി തിരികെ സ്കൂളിലേക്ക്. സംസ്ഥാനത്ത് ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 2 തന്നെ തുറക്കാനാണ് നിലവിലെ തീരുമാനം. കാലാവസ്ഥ കൂടി പരിഗണിക്കുമെന്നും മോശം കാലാവസ്ഥ അല്ലെങ്കിൽ തിങ്കളാഴ്ച തന്നെ സ്കൂൾ തുറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അമൃത വാർത്തകളോട് പറഞ്ഞു. ഈ അന്തരീക്ഷമാണ് നിൽക്കുന്നതെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലാവസ്ഥ ആണെങ്കിൽ അതിനെപ്പറ്റി പുനർചിന്തനം നടത്തും. കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത ഒരു കാലാവസ്ഥയാണെങ്കിൽ പുനർചിന്തനം നടത്തേണ്ട കാര്യമില്ല. ഒരുപാട് മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം വീരുന്നെത്തുന്നത്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ പ്രവൃത്തി സമയം കൂട്ടി. രാവിലെയും വൈകിട്ടുമായി 15 മിനിറ്റ് വീതമാണ് കൂട്ടിയത്. ഇതോടെ പുതിയ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 9:15 വരെയാകും. ഒപ്പം തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 7 ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് ഉണ്ടാകും. ആകെ 205 പ്രവൃത്തി ദിവസങ്ങൾ. UP ക്ലാസുകളിൽ തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 2 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 200 പ്രവൃത്തി ദിനമാക്കി. LP ക്ലാസുകളിൽ പൊതു അവധികളും ശനിയാഴ്ചകളും ഒഴികെയുള്ള 198 പ്രവൃത്തി ദിനമാണുള്ളത്. ഹൈസ്കൂൾ സമയക്രമത്തിലെ മാറ്റത്തിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നിരുന്നു. ചില അധ്യാപക സംഘടനകൾ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. അത് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ തന്നെയാണ് അതിന് ഉത്തരവാദി എന്ന് പറയുന്നത്. ഞങ്ങൾ 210 ദിവസം 220 ദിവസമാണല്ലോ അന്ന് അംഗീകരിച്ചത്. അത് മര്യാദയ്ക്ക് അത് അംഗീകരിക്കാമായിരുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ നമ്മുടെ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന കൊണ്ട് കോടതിയെ കൊണ്ട് കേസ് കൊടുത്തു. പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം കമ്മീഷനെ നിയോഗിക്കുകയായിരുന്നു. കമ്മീഷൻ നൽകിയ റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചത്. റിപ്പോർട്ടിൽ പറഞ്ഞതനുസരിച്ച് സമയം ക്രമീകരിക്കാനാണ് മാറ്റമെന്നും സമയക്രമത്തിൽ പ്രായോഗികമായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.